ഞങ്ങളുടെ ആർട്ട് ടു എന്ന പ്രോഗ്രാമിലേക്കാണ്. റിസ്വാന്റെ ഇൻസ്റ്റലേഷൻ ഒന്ന് പകർത്തണം. എന്റെ സാൻഡ് ബോട്ട് എന്ന് പറയുന്ന ഇൻസ്റ്റലേഷൻ നന്നായി ശ്രദ്ധിക്കപ്പെട്ടതുകൊണ്ട് ഒരു ഇൻസ്റ്റലേഷൻ കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു കാണിച്ചു തരാം. ഓക്കെ ഓക്കെ. ഇതൊരു കിണറല്ലേ, ഇതിലെവിടെ ഇൻസ്റ്റലേഷൻ? നോക്ക് സാർ. അതൊരു കയറും ഒരു മൺകുടല്ലേ? അത് കയറല്ല, അതൊരു ആത്മഹത്യയാണ്. ആത്മഹത്യോ? ആരുടെ ആത്മഹത്യ? നോക്കൂ, കഴുത്തിൽ കുരുക്കിട്ടിരിക്കുന്ന കാണുന്നില്ലേ? അതൊരു മൺകുടം കെട്ടി തൂക്കിയല്ലേ, അതിനെന്താ ആത്മഹത്യ? ദാഹനീരിന് വേണ്ടി കേഴുന്ന മനുഷ്യന്റെ പ്രതീകമാണത്. വെള്ളം കിട്ടാതെ കഴുത്തിൽ ദാഹം കുരുങ്ങി മരിച്ച മനുഷ്യനാണ് ആ മൺകുടം. വല്ലാത്തരത്തുള്ള ഭയങ്കര സംഭവം തന്നെ. ഞാൻ വേറൊരു ക്യാമറമാൻ, എനിക്ക് ഇതിന്റെ അടിയിലുള്ള അർത്ഥമൊന്നും പിടികിട്ടിയില്ല. ഒന്ന് മൊത്തം കവർ ചെയ്താണ്. ആടന്ന് മാറ്, അത് ശരിക്കുള്ള കിണറല്ല, ഞാൻ ഉണ്ടാക്കിയ ഇൻസ്റ്റലേഷൻ ആണ്. നിങ്ങളൊരു അപാര കലാകാരൻ തന്നെ. കാണാനൊരു ലുക്കിലാന്നുള്ളൂ, മനസ്സറിച്ച കലയാ. മീറ്റ് മൈ മാം. പേടിച്ചുപോയി. ഭയങ്കര കലാസ്വാദകയാണ്. അത് ശരി. ഇറ്റ്സ് നൈസ്, ഗ്രേറ്റ്. അപ്പൊ അടുത്ത ആർട്ട് ടുഡേയിൽ നിങ്ങളുടെ ഇൻസ്റ്റലേഷന്റെ വാർത്ത ഉണ്ടാവും. ഇനി ഒരു പൈന്റ് വേണം. ബൈറ്റ്. എങ്ങനെയാണ് നിങ്ങൾ കലാകാരനെ തീർന്നത്? വലിയ അധ്വാനമില്ലാതെ പണം സമ്പാദിക്കാൻ പറ്റുന്ന ഏർപ്പാടാണ് കല എന്ന് എനിക്കറിയാം. പക്ഷേ പലരും അങ്ങനെയാണ് കലയെ കാണുന്നത് എനിക്കറിയാം. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഞാൻ കലയെ വളരെ സീരിയസ് ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് എൻ്റെ കലയും വളരെ സീരിയസ് ആണ്. അത് ഈ സമൂഹത്തിലെ പ്രശ്നങ്ങളോട് പ്രതികരിക്കുന്നുണ്ട്. താങ്ക് യു മിസ്റ്റർ നിസാർ. താങ്കളൊട്ടും തലക്കലമില്ലാത്ത ഒരു കലാകാരനാണ്. എത്ര പെട്ടെന്നാണ് നിങ്ങൾക്ക് മനസ്സിലായത്? നിങ്ങൾക്ക് നല്ല തലയുണ്ടല്ലോ. എന്റെ തലമിലും മുടി മാത്രമേ ഉള്ളൂ. മമ്മി സോ ഫണ്ണി. ഓക്കേ നിസാർ, ഓക്കേ, സീ യു. ആയിക്കോട്ടെ. എന്നാലും പണ്ടാരോ കഷ്ടപ്പെട്ട് കുഴിച്ച കിണർ എന്റെ കലാരൂപമാണ് നീ പറഞ്ഞു ഒപ്പിച്ചാങ്ങല്ലോ മോനെ. എന്റെ ഉമ്മച്ചിയെ കല മൊത്തത്തിൽ കള്ളമാണ്. വലിയ സത്യങ്ങളൊക്കെ വിളിച്ചു പറയാൻ ചില കള്ളങ്ങളൊക്കെ കാണിക്കേണ്ടി വരും. അതൊക്കെ സ്വാഭാവികമാണ്. വെറുതെ എങ്ങനെ ഓരോന്ന് ഉണ്ടാക്കുക. രണ്ടാകുന്തലും തലയില്ല.